തമിഴ്നാട്ടിൽ വീണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി വരാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ അണ്ണാമലയും രജനികാന്തും ഉൾപ്പെടാനാണ് സാധ്യത. രജനികാന്തിനെയും കൂടി പാർട്ടിയിലാക്കിക്കൊണ്ട് തമിഴ് മക്കൾ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ അണ്ണാമല ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പാണ് അണ്ണാമല ആന്ധ്ര കേഡറിലുണ്ടായിരുന്ന, ഹൈദരാബാദിലെ ആന്ധ്ര കേഡറിലുണ്ടായിരുന്ന വളരെ സിൻസിയറായിട്ടുള്ള സീനിയറായിട്ടുള്ള IPS ഓഫീസർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അഴിമതി വിരുദ്ധ പോരാട്ടമൊക്കെ വലിയ വാർത്തയായിരുന്നു. അദ്ദേഹം IPS ഓഫീസറായപ്പോൾ തന്നെ അമിത്ഷായുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ജോലി രാജിവെച്ച്, ഇനിയും നിരവധി വർഷം 60 വയസ്സ് വരെ ജോലിയുണ്ടല്ലോ, നിരവധി വർഷം ജോലിയുള്ളപ്പോൾ ജോലി രാജിവെച്ച് വളരെ കൃത്യമായി വന്ന് തമിഴ്നാട്ടിൽ BJPയുടെ മുഖമായി മാറി, BJPയുടെ പ്രസിഡന്റുമായി. പക്ഷേ DMK, ആൾ ഇന്ത്യ DMK, ADMK മായി സഖ്യം ചേരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP കേന്ദ്ര നേതൃത്വവുമായി തെറ്റുകയും പിന്നെ തുടർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞിട്ട് മത്സരിക്കാതെ ഇരുന്ന് വലിയ പിണക്കത്തിലാണ് അണ്ണാമല തുടരുന്നത്. ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്ത, വളരെ വലിയ വാർത്തയാണത്. പുതിയ തമിഴ് മക്കൾ പാർട്ടി എന്ന പേരിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ രൂപീകരിച്ചാൽ ആ പാർട്ടി വിജയിക്ക് പിന്തുണ കൊടുക്കുമോ അതോ സ്വതന്ത്രമായി നിൽക്കുമോ, ഏത് മുന്നണിയിൽ നിൽക്കും? എന്തായാലും സ്റ്റാലിൻ്റെ മുന്നണിയിൽ നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. ADMKയിലും തുടരാൻ സാധ്യതയില്ല. ADMK മുന്നണിയിലും BJP മുന്നണിയിലും നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ADMKയും BJPയുമായുള്ള സഖ്യത്തിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചതല്ല ഈ സൈലന്റ് ആയത്. അതുകൊണ്ട് തന്നെ രാജിവെക്കുകയാണെങ്കിൽ അതാണ് കാരണം. അപ്പോൾ പിന്നെ അവരുമായും പറ്റില്ല, സ്റ്റാലിനുമായി വലിയ പൊരുത്തക്കേടിലാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ സ്വതന്ത്ര പാർട്ടിയായി രജനീകാന്തിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട്, മറ്റ് സിനിമാ നടന്മാരെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട്, പിന്നെ ഒരുപാട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ അണ്ണാമലയുടെ കൂടെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് വലിയ ആരാധനയുണ്ട് തമിഴ്നാട്ടിൽ, ബിസിനസ്സുകാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവരുടെ സഹായത്തോടു കൂടി തമിഴ് മക്കൾ പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ വിജയിയുടെ കൂടെ പോവുക. ഇനി തമിഴ് മക്കൾ പാർട്ടി രൂപീകരിച്ചാലും അത് വിജയിയുടെ മുന്നണിയിൽ പോകാനാണ് സാധ്യത, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനാണ് സാധ്യത. എന്തായാലും വളരെ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം വീണ്ടും തമിഴ്നാട്ടിൽ കാണുന്നു. നേരത്തെ വിജയ് എന്ന സിനിമാ നടനാണ് തമിഴ്നാടിനെ കൊണ്ടുപോയതെങ്കിൽ ഒരു IPS ഓഫീസർ വന്ന് വീണ്ടും തമിഴ്നാടിനെ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത്, രാഷ്ട്രീയത്തെ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയാണ് എന്നും കേൾക്കുന്നു. പക്ഷേ ഇത് ഡിപ്പെൻഡ്സ് ഓൺ, ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്തെന്നാൽ ഇദ്ദേഹത്തെ ഡൽഹിയിൽ വിളിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ പോയി അമിത്ഷായെയും നിതിൻ ബബിനെയും കാണുന്നുണ്ട്. അവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്രമന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വ സ്ഥാനമോ ഒക്കെ ഓഫർ ചെയ്താൽ അത് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതോ BJPയുടെ പ്ലാൻ ബി എന്നുള്ള നിലയിൽ തമിഴ് മക്കൾ പാർട്ടി ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുമോ എന്നറിയില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ അണ്ണാമലയെ പുറകിൽ നിന്ന് ഒരു പ്ലാൻ ബിയുടെ ഭാഗമായി സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ വെളിച്ചത്തിൽ അണ്ണാമല അവിടെ പാർട്ടി തുടങ്ങുകയും ആ പാർട്ടി ഭാവിയിൽ BJPയുമായി സഖ്യം ചേരുന്ന രീതിയിലേക്ക് ഒക്കെ വരുമോ ഇതറിയില്ല. രാഷ്ട്രീയത്തിൽ ഒരുപാട് ചാണക്യ തന്ത്രങ്ങളാണ് അമിത്ഷായും BJPയൊക്കെ ഇറക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എന്ത് തന്ത്രമാണ് പ്രയോഗിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അണ്ണാമല ഇപ്പോഴത്തെ പ്രസന്റ് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒന്നുകിൽ അദ്ദേഹം സെൻട്രലിൽ പോയി ഏതെങ്കിലും പൊസിഷൻ BJPയിൽ വഹിക്കും, അത് ചിലപ്പോൾ മന്ത്രിയാവാം അല്ലെങ്കിൽ പാർട്ടി സ്ഥാനമാകാം. അത് രണ്ടും അദ്ദേഹത്തിന് പറ്റിയില്ല എങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് തമിഴ് മക്കൾ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ തമിഴ് മക്കൾ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ രജനീകാന്ത് കൃത്യമായി കൂടെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ രജനീകാന്തിൻ്റെ വരവ് ചെറുതായിരിക്കില്ല. അപ്പോൾ ഒരു രജനീകാന്ത് എന്ന് പറയുന്ന ഒരു സിനിമാ നടനും അണ്ണാമല IPS എന്ന് പറയുന്നൊരു പഴയ IPSകാരനും കൂടി കൈകോർത്താൽ ഒരുപക്ഷെ വീണ്ടും അത്ഭുതങ്ങൾ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം. പിന്നെ ചെറുപ്പക്കാരനാണ്, ഞാൻ പറഞ്ഞ ചെറുപ്പമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവർ പുതുമകളെന്നും ആഗ്രഹിക്കുന്നവരാണ്. കാമരാജിൽ നിന്ന് അണ്ണാദുരയിലേക്ക് എത്തി, അണ്ണാദുരയിൽ നിന്ന് MGRലേക്ക് എത്തി, MGRൽ നിന്ന് ജയലളിതയിലേക്ക് എത്തി, ജയലളിതയിൽ നിന്ന് കരുണാനിധിയിലേക്ക് എത്തി, കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിനിലേക്ക് എത്തി, സ്റ്റാലിനിൽ നിന്ന് വിജയിലേക്ക് എത്തി. അതുകൊണ്ട് നിരന്തരം ഒരു പാർട്ടിയെ ജയിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. 5, 10, 15 വർഷമൊക്കെ ചിലപ്പോൾ കൂടെ നിൽക്കും, ബാക്കി കംപ്ലീറ്റ് വർഷവും കൂടെ നിൽക്കുന്ന പ്രശ്നമില്ല ജനങ്ങൾ എന്ന് തമിഴ്നാട് പറയുകയാണ്. ഇപ്പൊ വിജയിയുടെ കൂടെയാണ് തമിഴ്നാട് ജനങ്ങൾ. ഇനി നാളെ അണ്ണാമലയുടെ കൂടെ പോകുമോ അതോ അണ്ണാമല പാർട്ടി ഉണ്ടാക്കി വിജയിയുടെ മുന്നിലേക്ക് തന്നെ വരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുകയാണ്.